നമ്മൾ പെർഫോമൻസ് മാത്രമേ കാണുന്നുള്ളൂ, പക്ഷെ അതിന് പിന്നിലുള്ള ഒരു പ്രിപ്പറേഷൻ ഭയങ്കരമാണ്, പ്രത്യേകിച്ച് വീണയുടെ കാര്യത്തിൽ. വീണയ്ക്ക് എ ഗ്രേഡ് കിട്ടിയ ആളാട്ടോ അത്. പേരെന്തായിരുന്നോളെ? മാനസം. മാനസം എന്നാണ് പേര്. അപ്പോൾ മാനസം മൈനെ നിങ്ങളെ ആളല്ലേ? ഏതൊരു പാട്ടും വീണയിൽ കേൾക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഇമോഷൻ വളരെ വളരെ വലുതാണ്. എന്തായാലും വീണ വായിച്ച് എ ഗ്രേഡ് കിട്ടിയ മാനസം ആണ് നമ്മുടെ കൂടെയുള്ളത് വീണയുമായിട്ട്. യെസ് മാനസം, നമസ്കാരം. നമസ്കാരം. കൺഗ്രാചുലേഷൻസ് കേട്ടോ. താങ്ക് യു. തൃശ്ശൂരിൽ നിന്ന് വന്ന് അങ്ങനെ എ ഗ്രേഡും കിട്ടിയിട്ടുണ്ട്. എങ്ങനെയുണ്ട് ട്രിവാൻഡ്രം? ട്രിവാൻഡ്രം നല്ല രസമുണ്ട്. ഫസ്റ്റ് ടൈം ആണ് ഇങ്ങോട്ട്? ഫസ്റ്റ് ടൈം ആണ്. അതല്ലേ? അപ്പൊ വീണയും കൊണ്ട് വന്ന് എന്തായാലും ലക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. വളരെയധികം. എത്ര വർഷമായി വീണ പഠിക്കുന്നത്? ഞാൻ 6 വയസ്സുള്ളപ്പോ തൊട്ട് പഠിക്കുന്നതാ. ആണല്ലേ? ഇപ്പൊ 10ാം ക്ലാസ്സിൽ പഠിക്കണേ? ഇപ്പൊ 9th. ഏത് സ്കൂളിലായിരുന്നു? HDP സമാജ് ഹയർ സെക്കൻഡറി സ്കൂൾ, എടതിരിഞ്ഞി, തൃശ്ശൂർ. തൃശ്ശൂർ അല്ലേ? ഇരിഞ്ഞാലക്കുടിയാണ് സ്ഥലം. ഓക്കെ. ഇത് മാനസം എന്നുള്ള പേര് വീണ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ, മാനസം വീണ ആക്കാൻ വേണ്ടിയിട്ടാണോ, അല്ലെങ്കിൽ മാനസയാണല്ലോ കുട്ടി അപ്പൊ പിന്നെ നമുക്ക് വീണ ആക്കാം, അങ്ങനെയാണോ വിചാരിച്ചത്? അത് അച്ഛനൊരു പൂച്ചനെ, അച്ഛൻ അനിമൽ ലവറാ. മാനസം എന്നായിരുന്നു അതിന്റെ പേര്. എന്തായാലും മോൾക്ക് മാനസം എന്ന് വീഴുന്നത് ഭയങ്കര ഇതായിരുന്നു. പിന്നെ അത് മാനസ് വീണയിലേക്ക് കൺവേർട്ടായി. എന്തായാലും മാനസവും വീണ ഇപ്പൊ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആയില്ലേ? എത്ര നേരം പ്രാക്ടീസ് ചെയ്യും ഒരു ദിവസം? ഇപ്പോ ഈ അടുപ്പിച്ചൊരു 6 മാസം ഫുൾ ടൈം. ബ്രേക്ക് ഒരു മണിക്കൂറുണ്ടെങ്കിൽ ബാക്കി 23 മണിക്കൂറും പ്രാക്ടീസ് തന്നെയാണ്. അത്രക്ക് ഇഷ്ടമാണ്, ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ. പാട്ട് പാടുകയൊക്കെ ചെയ്യോ? പാട്ട് പാടും. ആണല്ലേ? എന്നാ പിന്നെ നമുക്കൊരു പാട്ടും കൂടി ആയാലോ? ഇഷ്ടമുള്ള പാട്ട് പാടിക്കോ. എന്തിനു വേറൊരു സൂര്യോദയം നീ എന്തിനു വേറൊരു മധുവസന്തം ഇന്നു നീ എന്നരികിലേ മലവനിൽ വെറുതെ എന്തിനു വേറൊരു മധുവസന്തം. Chess number KL01 Trivandrum Mic.